അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 സിമ്പിൾ റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറും പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചീര ഉപ്പേരിയും കടുമാങ്ങയും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു സ്റ്റൂം ഇറച്ചി വരട്ടിയതും ബിരിയാണി ചമ്മന്തിയൊക്കെ സെർവ് ചെയ്യും. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ റെസിപ്പീസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അത് ഉപകാരപ്പെടുന്നു തോന്നുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വേഗം റെസിപ്പീസ് എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ മുറ്റത്ത് പോയിട്ട് കുറച്ച് ചീരയൊക്കെ പറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ചീരയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പൊടി പിടിച്ച് കിടക്കേനും. ഇനി ചെറിയ തണ്ടൊക്കെ കൂട്ടിയിട്ട് തന്നെ നമുക്ക് നല്ല നേരിയതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ചീരയൊക്കെ ഒന്ന് ചൂടായിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് താളി കിട്ടും. എന്നാലും നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചീരയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നമുക്കിനി കടുമാങ്ങക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ കട്ട് ചെയ്തെടുക്കാം. കടുമാങ്ങക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ നല്ല ചെനച്ച മാങ്ങനെ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലുപ്പമുള്ള മാങ്ങയൊക്കെ നോക്കി എടുത്തതിന്, പക്ഷെ അത് പച്ച മാങ്ങയാണ്. നമ്മൾ ഉള്ളിൽ കുറച്ച് ഓറഞ്ച് കളറായിട്ടുള്ള ഒരു മൂപ്പുണ്ടല്ലോ, ആ ഒരു മാങ്ങക്കാണ് നമ്മൾ ചെനച്ച മാങ്ങ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി ചെത്തി മാറ്റാണ്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങനെ കൊണ്ടൊക്കെ കടുമാങ്ങ ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെ വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടാണ് കടുമാങ്ങ ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള മാങ്ങയാണ്. ഇതിൻ്റെ തൊലിയാകെ കറുത്ത് കിടക്കണമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ തൊലി ഒഴിവാക്കുകയാണ്. ഞാനിത് ഈ ചെറിയ മാങ്ങയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വാടി ചെനച്ച പോലെ ഉണ്ട്. ഇവിടെ നല്ല മാങ്ങ കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്. ഇനി നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി വേണം. അപ്പോൾ അതൊരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നല്ല നേരിയതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടുമാങ്ങ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതൊരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതുകൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 ടീസ്പൂണ് നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചീരക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അങ്ങോട്ട് ഒതുക്കിയെടുക്കാം. അതായത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടും. ഇനി ഇത് നമ്മൾ ചീര ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീരക്കൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ചീരയൊക്കെ നന്നായിട്ട് താളി കിട്ടിയിട്ടുണ്ട്. വല്ലാതെ താളിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി വല്ലാതെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒതുക്കിയെടുത്തിട്ടുള്ളത്. വല്ലാതെ അരച്ചെടുത്തിട്ടില്ല. ചിലർ ഇതിൽ ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട്, പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കലില്ല. അപ്പോൾ നിങ്ങളിനി വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കലുണ്ടോ, അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെയാണോ ചീര ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഇതിലിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇത് അടുപ്പ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചീര ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചീര ഉണ്ടാക്കിയാൽ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇത് മാത്രം കുഴച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണത്. വേറെ കറിയൊന്നും ആവശ്യമില്ല. നിങ്ങളിതുവരെ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കടുമാങ്ങയൊക്കെ അതാ നല്ലോണം തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ ശർക്കര ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരവും ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ശർക്കര ചേർത്താലും ഞാനിത് കഴിക്കുന്ന നേരത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ചാലിച്ചിട്ടാണ് ചോറിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. നിങ്ങളാരെങ്കിലും അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മളെ ഭാഗത്തൊരു വിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കൽ. അപ്പോൾ നിങ്ങളും അങ്ങനെയാണ് കഴിക്കൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി തിള വന്ന് തുടങ്ങിയാൽ ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ തന്നെ നമ്മൾ കടുമാങ്ങ റെഡിയായി. ഇതൊരു 3-4 ദിവസമൊക്കെ കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ വെച്ച് നമ്മൾ ഓരോ ദിവസം തിളപ്പിച്ചെടുത്താൽ മതി. ഇത് ഇരിക്കുന്തോറാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മൾ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ നെയ്ച്ചോറും കൂടെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/3 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത്. അതാണ് ഈ കപ്പ് നിറച്ചും നെയ്യില്ലാത്തത് കേട്ടോ. പിന്നെ നമ്മൾ 1 കിലോ അരിക്ക് ഒരു 100 ഗ്രാം നെയ്യ് എന്നുള്ള കണക്കാണ് നമ്മൾ നെയ്ച്ചോറിന് എടുക്കൽ. അപ്പോൾ നെയ്ച്ചോറാകുമ്പം കുറച്ച് നെയ്യൊക്കെ ഉണ്ടായാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നെയ്യും ഓയിലും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതൊരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ നെയ്യിൽ മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ഇത് ചൂടാറിയാൽ അത്ര ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. നെയ്യ് ഉറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നെയ്യൊക്കെ ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൻ്റെ കളറ് മാറരുത്. ഒരു നല്ലോണം ഒന്ന് താളി ഉള്ളിൻ്റെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങല്ലോ, അതുവരെ താളിച്ചെടുത്താൽ മതി. നമ്മളിതിൻ്റെ കളറ് മാറ്റിയെടുത്താൽ പിന്നെ ചോറിന് കളറ് കിട്ടില്ല. അതായത് ചോറിൻ്റെ ആ ഒരു നല്ലൊരു വെള്ള കളറ് കിട്ടില്ല. ഇനി ഇതൊരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി ഇതൊരു 4-5 കറാമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യിൻ്റെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു വലിയ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 1/2 കപ്പ് നെയ്യും 1/3 കപ്പ് ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഒരു ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നെയ്ച്ചോറിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുക. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പ് അരിക്കാണ് ചോറുണ്ടാക്കുന്നത്. അതായത് ഏകദേശം 1 കിലോ അരി. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കണക്കിൽ ഉണ്ടാക്കിയാൽ നമുക്ക് 8 ആൾക്ക് കഴിക്കാനുള്ള ചോറുണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് നെയ്ച്ചോറിന് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉപ്പ് ചേർത്ത് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവരുത്. നേരിയ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായാൽ അത്ര തന്നെ ധാരാളം. ഇനി ഇത് നമുക്ക് മൂടി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് അരി കഴുകി വെള്ളം വാർത്തി വെക്കാം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാർത്തിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, കഴുകിയെടുത്ത് വെള്ളം വാർത്തിയെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുപ്പിൻ്റെ ചൂട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അരിയും വെള്ളവും ഏകദേശം ഒരേ ലെവലാവുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് അരിയും ചോറും ഏകദേശം ഇതേപോലെ ഒരേ ലെവലായി വരുമ്പോൾ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അരിയിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഈ ഒരു രീതിയിലായി കിട്ടിയാൽ, അതായത് ചെറുതായിട്ടൊരു നനവുള്ള പോലെ തോന്നും നമുക്ക്. എന്നാൽ അരി മുഴുവൻ അങ്ങോട്ട് വെന്തിട്ടും ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു അരി കടിക്കുന്ന വേവായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മൂടി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി തുറന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം.
ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളെ ചോറിൻ്റെ വേവിപ്പ് ഉള്ളത്. ഇപ്പം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അടച്ചു മൂടി നല്ലോണം ദമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അടിയിലുള്ള ചോറ് മേലെ എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഈ ചോറിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചോറ് കട്ട പിടിക്കുന്ന പ്രശ്നമോ വേവാതിരിക്കുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ നെയ്ച്ചോറ് ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. കൂടെ നമ്മൾ ഇറച്ചി വരട്ടിയതും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാവും. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ റെസിപ്പീസ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത്. പക്ഷേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോഴും ചാനൽ കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.